ഹണിറോസിന്റെ പരാതിയിൽ ഒരാൾ അറസ്റ്റിൽ. കുമ്പള സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത്. സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്ന പരാതിയിലാണ് അറസ്റ്റ്. പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ഉണ്ട് വിശദാംശങ്ങളുമായി. ആസിഫ, ഇന്നലെ ഹണിറോസ് ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിൽ ഇന്നയാളെ എന്നൊന്നും വ്യക്തമായി പറയുന്നുണ്ടായിരുന്നില്ല. ഇന്നാണ് ഇപ്പോൾ പരാതി നൽകിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പരാതിയിൽ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട പരാമർശം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണോ അറസ്റ്റ്? എന്താണ് അറസ്റ്റിന്റെ കൂടുതൽ വിവരങ്ങൾ? നമുക്കറിയാം, ഹണിറോസ് ഇന്നലെ തനിക്കെതിരെ ഉണ്ടാകുന്ന ചില അപമാനകരമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. പക്ഷേ ആ പോസ്റ്റിനടിയിൽ വലിയ രീതിയിൽ ഹണിറോസിനെ അപമാനിക്കുകയും മറ്റു ചെയ്യുന്ന നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹണിറോസ് 27 പേർക്ക് എതിരെ കമന്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം പരാതി നൽകിയത്. അതോടുകൂടി പോലീസ് ഇന്നലെ 30ഓളം ആളുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ന് ഇപ്പോൾ പോലീസ് അതിൽ ആ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആദ്യത്തെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അറസ്റ്റിലായത് കുമ്പളം സ്വദേശിയായ ഷാജിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇയാൾ വളരെ മോശമായ കമന്റാണ് ഹണിറോസിന്റെ ഈ പോസ്റ്റിന് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ഇന്നലെ ഹണിറോസ് തനിക്കെതിരെ നടക്കുന്ന ചില കാര്യങ്ങൾ, സ്ത്രീത്വത്തെ അപമാനിച്ച ആൾക്കെതിരെ ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടത്. തന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ട് ചെല്ലാത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചു. പിന്നീട് താൻ എത്തുന്ന പരിപാടിയിൽ നിരന്തരം എത്തിക്കുകയും തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹണിറോസ് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ഇട്ടത്. പക്ഷേ അതിന് തീരെ വന്ന കമന്റുകൾ വലിയ രീതിയിൽ ഹണിറോസിനെ അപമാനിക്കുന്ന തരത്തിലുള്ള കമന്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ കമന്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പരാതി നൽകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഇനി കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് DCP അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. നിലവിൽ ഒരാളാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 27 പേരെ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമം തുടരുകയാണ്. അതിലിപ്പോൾ ആദ്യത്തെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള ആളുകൾ ഈ ഒരു കമന്റ് ഇട്ടവരിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ പലരുടെയും പ്രദേശങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്തുള്ള ആളെന്ന രീതിയിലാണ് ഐഡന്റിഫൈ ചെയ്ത ഷാജിയെ അറസ്റ്റ് ചെയ്തത്. ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നവർക്കെതിരെ അടക്കം ജാമ്യമില്ലാ വകുപ്പുകളടക്കമാണ് ഈ കേസ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചാൽ ഒന്നുകിൽ ആ വിമർശനം ഉന്നയിച്ച ആളുകളുടെ ഫാൻസ് വൃത്തത്തിൽപ്പെട്ട ആളുകളടക്കമാണ് ഇത്തരത്തിൽ വളരെ മോശമായ കമന്റുകളുമായി ഇന്നലെ ഹണിറോസിന്റെ പോസ്റ്റിന്റെ കീഴിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. എന്തായാലും അവർക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഹണിറോസ് തീരുമാനിക്കുകയായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായ സ്ക്രീൻഷോട്ടുകൾ അടക്കം വലിയ രീതിയിൽ മോശമായി പ്രതികരണം നടത്തിയ ആളുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ അത് പോലീസിന് നൽകിക്കൊണ്ട് പരാതിയുമായി ഹണിറോസ് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ഈ പരാതിയിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. ഇനിയും ഇത്തരത്തിലുള്ള മോശമായ കമന്റുകളും മറ്റും ആവർത്തിക്കുമ്പോൾ സാധാരണ രീതിയിൽ അത് കണ്ടില്ല എന്ന് നടിച്ചു പോവുകയാണ് താൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി അതിന് കഴിയില്ല. കാരണം ആ ഒരു പരിധികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമടക്കം ഹണിറോസ് വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനം. ഏതായാലും DCP അശ്വതി ജിജി അല്പം മുമ്പ് ഈ അറസ്റ്റിലായ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഈ കാര്യങ്ങൾ, കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം നൽകിയതായി അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകളെ ഐഡന്റിഫൈ ചെയ്യും. ഇപ്പോൾ നിലവിൽ ഹണിറോസ് പരാതി നൽകിയ ആളുകളെ കണ്ടെത്തി ആദ്യം അറസ്റ്റ് ചെയ്യുകയും മറ്റ് നടപടികളിലേക്കും കടക്കുകയാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യമാണ് അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ DCP അശ്വതി ജിജി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കൂടുതൽ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യവും DCP ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഹണിറോസിന്റെ പരാതിയിൽ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെയാണ് ഇത്തരത്തിൽ ഹണിറോസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. തനിക്ക് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുന്നത്. അതുമായി ബന്ധപ്പെട്ട് കമന്റുകളിലൂടെ മോശമായി പെരുമാറിയ ആളുകൾക്കെതിരെയാണ് ഇന്നവർ പരാതി നൽകിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ആസിഫ് മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.